മദീനയിൽ വാഹനാപകടത്തിൽ മരിച്ച കുടുംബാംഗങ്ങളായ 4 മലപ്പുറം സ്വദേശികളുടെ ഖബറടക്കത്തിനുള്ള നടപടികൾ പൂർത്തിയാകുന്നു. വെള്ളില സ്വദേശി നടുവത്ത് കളത്തിൽ ജലീൽ, ഇദ്ദേഹത്തിന്റെ ഭാര്യ, മകൻ, മാതാവ് എന്നിവരാണ് മരിച്ചത്. ഇവരുടെ ബന്ധുക്കൾ നാളെ മദീനയിൽ എത്തും. പരിക്കേറ്റവരിൽ മൂത്ത കുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇതാണ് മലപ്പുറം വെള്ളില സ്വദേശി നടുവത്ത് കളത്തിൽ ജലീലും കുടുംബവും സഞ്ചരിച്ചിരുന്ന ഷെവർലെ താഹോ കാർ. വെള്ളിയാഴ്ച രാത്രി മദീന കഴിഞ്ഞ് അല്യുത്തുമ എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ജലീലിനൊപ്പം ഭാര്യ തസ്ന തോടെങ്ങൽ, മകൻ ആദിൽ, മാതാവ് മൈമുനത്ത് എന്നിവരാണ് മരണപ്പെട്ടത്. വാഹനത്തിൽ ഇവർക്കൊപ്പം ജലീലിന്റെ 3 പെൺമക്കളും ഉണ്ടായിരുന്നു. ഇതിൽ ചെറിയ കുട്ടി ആശുപത്രി വിട്ടു. രണ്ടാമത്തെ കുട്ടി ചികിത്സയിലാണ്. മൂത്തുമകളുടെ നില ഗുരുതരമായി തുടരുന്നതിനിടെ 12 മണിക്കൂറിലേറെ നീണ്ട സർജറി പൂർത്തിയാവുന്നുണ്ട്. 7 മക്കളുള്ള ജലീലിന്റെ മുതിർന്ന മകനടക്കം 3 മക്കൾ നാളെ പുലർച്ചെ മദീനയിലെത്തും. ഭാര്യയുടെ സഹോദരിയും ഭർത്താവും ഇവരെ അനുഗമിക്കുന്നുണ്ട്. ഖബറടക്കത്തിനുള്ള നടപടികൾ KMCCക്ക് കീഴിൽ പൂർത്തിയാക്കുകയാണ്. ഖബറടക്കത്തിന്റെ സ്ഥലവും സമയവും ഇതിനു ശേഷമേ തീരുമാനമാകൂ. മലപ്പുറം വെള്ളില സ്വദേശിയായ ജലീൽ ഇപ്പോൾ തിരൂർക്കാടാണ് താമസം. ജിദ്ദയിലുണ്ടായിരുന്ന കുടുംബം എക്സിറ്റിൽ പോയ ശേഷം സന്ദർശക വിസയിലും ഉംറ വിസയിലും എത്തിയതായിരുന്നു. ജോലി ആവശ്യാർത്ഥം ഹായിലിൽ പോയി മടങ്ങുകയായിരുന്നു ജലീൽ. ഇതിനുശേഷം മദീന സന്ദർശിച്ച് മടങ്ങുമ്പോഴായിരുന്നു അപകടം. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.